പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ പ്രധാനമായും ഇറാൻ വളരെ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കൂടുതൽ രൂക്ഷമാകുന്നതിനിടയിലാണ് ഗൾഫ് മേഖലയിൽ സുരക്ഷാ ജാഗ്രത ഇപ്പോൾ അതീവമായി ശക്തമാക്കിയിരിക്കുന്നത്. മിസൈൽ ഡ്രോൺ ആക്രമണ സാധ്യതകൾ ഉയർന്ന സാഹചര്യത്തിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു. ഇതോടുകൂടി തന്നെ കുവൈറ്റ് എയർബേസ് ഭൂരിഭാഗം സർവീസുകളും പുനഃക്രമീകരിക്കുകയും യാത്രകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഫോൺ നമ്പറുകളിലേക്ക് വരുന്ന ഔദ്യോഗിക അറിയിപ്പുകളും സന്ദേശങ്ങളും അവിടെ ശ്രദ്ധിക്കണമെന്നതാണ് നിർദ്ദേശിക്കുകയും ചെയ്തതായി തന്നെ വ്യക്തമാക്കുന്നത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം മണിക്കൂറുകൾക്കകം തന്നെ മാറുന്ന സാഹചര്യത്തിലാണ് അവിടെ വിമാന കമ്പനികളുടെയും ഈ അടിയന്തര മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റ് നാവികസേനയുടെ ഒരു കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇവർക്ക് ആവശ്യമായ ചികിത്സ നൽകിയതായും എല്ലാവരുടെയും ആരോഗ്യനില സ്ഥിരതയുള്ളതാണ് എന്നതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിനിടെ തന്നെ കുവൈറ്റിൽ 4ാം തവണയും അപായ സൈറനുകൾ മുഴങ്ങിയത് ആശങ്ക കൂടുതൽ വർദ്ധിപ്പിച്ചു. രാജ്യത്തിനെതിരായ മിസൈൽ ഡ്രോൺ ഭീഷണികൾ തുടരുന്നതിനാലാണ് സൈറനുകൾ മുഴക്കിയതെന്നതാണ് കുവൈറ്റ് ന്യൂസ് ഏജൻസി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് സാഹചര്യവും നേരിടാൻ പ്രതിരോധ സേനകൾ ഇപ്പോഴും സജ്ജമാണ് എന്നും ഗൾഫ് മേഖലയിൽ ഉടനീളം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ പരമാവധി ജാഗ്രതയിൽ തുടരുമ്പോൾ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സാധ്യത അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കുവൈറ്റിന് പുറമെ തന്നെ ബഹ്റൈനിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കുവൈറ്റിന് പിന്നാലെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളം വാർണിംഗ് സൈറനുകൾ ആക്ടിവേറ്റ് ചെയ്തതായി തന്നെ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പൊതുജനങ്ങളും പ്രവാസികളും യാതൊരു കാരണവശാൽ പോലും പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, സൈറൻ മുഴങ്ങുന്ന സാഹചര്യത്തിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് തൊട്ടടുത്തുള്ള സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ഔദ്യോഗിക ചാനലുകൾ വഴി പുറത്തു വരുന്ന നിർദ്ദേശങ്ങളും അപ്ഡേറ്റുകളും കൃത്യമായി തന്നെ പിന്തുടരണം എന്നതാണ് ഇപ്പോൾ ബഹ്റൈൻ ഭരണകൂടം കർശനമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.